Isaiah 55:8. For my thoughts are not your thoughts, nor are your ways my ways, says the Lord. On the third day of the Nineveh fast, we meet Jonah outside the city, angry, disappointed, and distant. Nineveh has repented. Judgment is withheld. Yet Jonah is upset. നിനുവ പട്ടണം അനുതപിച്ചു. അവർക്കെതിരെയുള്ള ന്യായവിധി തീർപ്പ് ദൈവം മാറ്റി. എന്നിട്ടും യോന പ്രവാചകന് സങ്കടവും നിരാശയും. He sits alone, watching, hoping God will act according to his sense of justice. In this moment, Jonah reveals a painful truth. It is possible to obey God outwardly while resisting him inwardly. പുറമേ നാം ദൈവത്തെ അനുസരിക്കുന്നവരാണ് എന്ന് നടിക്കുകയും ആന്തരികമായി ദൈവത്തോട് മല്ലിട്ട് നിൽക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും. Jonah drew a line between himself and Nineveh, between the righteous and the undeserving. But that line quietly became a barrier between himself and God. When we decide who deserves mercy and who does not, our hearts drift from God's heart. ആർക്കൊക്കെ കരുണ ലഭിക്കണം, ആർക്കൊക്കെ കരുണ ലഭിക്കരുത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നാം അകന്നു പോകുകയാണ്. Jonah desired punishment. God desired repentance. യോനായുടെ ആഗ്രഹം ദൈവം നിനുവ പട്ടണത്തെ നശിപ്പിക്കണം എന്നായിരുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് അവരുടെ അനുതാപമാണ്. Jonah wanted judgment. God extended grace. യോനാ പ്രവാചകന് ആഗ്രഹം ദൈവം നിനുവ പട്ടണത്തെ ന്യായം വിധിക്കണം. ദൈവമോ അവർക്ക് കരുണ നൽകി. How often we do the same. We fast, we pray, we serve, yet secretly cling to resentment, pride, or the need to be right. നമ്മുടെയൊക്കെയും സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. നാം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. We may celebrate God's mercy for ourselves, but struggle to accept it for others. നമുക്ക് ദൈവകരുണ ലഭ്യമാകുമ്പോൾ നാം ഒന്നും പറയാറില്ല. എന്നാൽ മറ്റുള്ളവർക്കത് നൽകപ്പെടുമ്പോൾ നമുക്ക് സഹിക്കുവാനും പറ്റുന്നില്ല. This fast exposes not just sinful actions, but sinful attitudes. തെറ്റായ കർമ്മങ്ങൾ മാത്രമല്ല, പിന്നെയോ തെറ്റായ മനോഭാവങ്ങൾ നമ്മൾ ഈ ഉപവാസത്തിലൂടെ, നോമ്പിലൂടെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. God, however, does not abandon Jonah. Through the plant, the worm, and the scorching wind, God gently confronts Jonah's heart. He asks, "Is it right for you to be angry?" എന്തുകൊണ്ടാണ് നിനക്ക് ഈ വിദ്വേഷവും പകയും? It is the question God asks us today. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യമാണിത്. The beauty of this final day is hope. God refuses to give up on Nineveh and on Jonah. ഇത് പ്രത്യാശയുടെ നോമ്പാണ്. And God will not give up on us. നമ്മളെ കൈവിടുകയില്ല ദൈവം. He invites us to let go of our lines, our judgments, and our limited compassion, and to embrace His heart fully. ദൈവം കരുണ കാണിക്കുന്നത് പോലെ നമുക്കും കരുണ മറ്റുള്ളവർക്ക് നൽകാം. As this fast concludes, pray not only for changed circumstances,
but for a changed heart, one that reflects God's mercy, love, and grace without limits. ഈ നോമ്പുകാലം അവസാനിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാത്രം മാറണമെന്ന് പ്രാർത്ഥിക്കാതെ, ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകണം. അങ്ങയുടെ കരുണയും സ്നേഹവും കൃപയും നിബന്ധനകൾ ഇല്ലാതെ മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.